കൃപയുടെ വാസസ്ഥലം കൃപാസനം. കൃപയുടെ വാസസ്ഥലം കൃപാസനം. വേദനിക്കുന്നവർക്കെന്നും ആത്മധൈര്യത്തിനഭിഷേകം, വചനത്തിനഭിഷേകം, ആത്മസൗഖ്യത്തിനഭിഷേകം. വരുവിൻ നിങ്ങൾ യേശുവിൻ സന്നിധേ, അവനേകും സാന്ത്വനം. കൃപയുടെ വാസസ്ഥലം കൃപാസനം. കൃപയുടെ വാസസ്ഥലം കൃപാസനം. ഭാരത്താലേ തളരുന്ന സോദരേ, സഹനത്തിരമാലയിൽ പതറാതെ മുന്നേറിടാം. അഭിഷേകം സാന്ത്വനാഭിഷേകം. യേശുവേകിടും അഭിഷേകം സാന്ത്വനാഭിഷേകം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. യേശുവേ ആരാധന, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. യേശുവേ ഞങ്ങളങ്ങേ സ്തുതിക്കുന്ന ആരാധിക്കുന്ന ദൈവമേ നന്ദി. ഹോളി ജീസസ്. മലരിൻ ഇതളിൽ തൂമഞ്ഞു പോലെ കരതാരിലീശോ തിരുവോസ്തിയിൽ. സദയം പുണരാ കൊതിയോടെ നിൽപ്പൂ, സദയം വരൂ നീ ആത്മനാഥ, സദയം വരൂ നീ ആത്മനാഥ. നീ വരൂ ദിവ്യകാരുണ്യമേ, നീ വരൂ ദൈവകാരുണ്യമേ, നീ വരൂ ദിവ്യകാരുണ്യമേ, നീ വരൂ ദൈവകാരുണ്യമേ. ജീവിതം നിന്റെ കാരുണ്യമേ, ജീവനേ നിത്യ കാരുണ്യമേ. ജീവിതം നിന്റെ കാരുണ്യമേ, ജീവനേ നിത്യ കാരുണ്യമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും. യേശുവേ ഹല്ലേലൂയ, യേശുവേ നന്ദി. കർത്താവേ ഞങ്ങളെ ആരാധിക്കുന്നു. ജീവിക്കുന്നതിനായ ദൈവമേ, രക്ഷകനായ യേശുവേ, ഈ കാലത്തിലെ ഈ നേരത്തിൽ അവിടുന്ന് പ്രവർത്തിക്കണമേ. എല്ലാ മനുഷ്യരുടെയും എല്ലാ ജനങ്ങളുടെയും രക്ഷകനായ യേശുവേ ഞങ്ങളെ വിളിച്ചപേക്ഷിക്കുന്നു. യേശുവേ ആരാധന, യേശുവേ നന്ദി.
പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, കാണാനാവാത്ത ഒരു ക്ഷുദ്രജീവിയാണ്, അണുകീടമാണ് നമ്മളെ ഇപ്പോഴ് മനുഷ്യരാശിയെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതുപോലെ തന്നെ കാണാനാവാത്ത ഒരു വിഷജീവിയെക്കുറിച്ച്, മനുഷ്യനെ ആക്രമിക്കുന്ന വിഷജീവിയെക്കുറിച്ച് കർത്താവിൻ്റെ വചനത്തിൽ പരാമർശങ്ങളുണ്ട്. പ്രത്യേകിച്ച് നിയമാവർത്തന പുസ്തകത്തിലാണ്. നിയമാവർത്തന പുസ്തകത്തിൻ്റെ 8-ാം അധ്യായത്തിലെ 15-ാമത്തെ തിരുവചനം, 15ഉം 16ഉം തിരുവചനങ്ങൾ. അവിടെ ആഗ്നേയ സർപ്പങ്ങളെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ആഗ്നേയ സർപ്പങ്ങളെയും കാണാൻ പറ്റത്തില്ല, തീപ്പാമ്പുകളെന്ന് പറയും. ഇത് മരുഭൂമിയുടെ മണലാരണ്യത്തിൻ്റെ കുഴഞ്ഞ മണ്ണിൽ പൊതഞ്ഞു കിടക്കും. അതിൻ്റെ മൂക്ക് മാത്രം മുകളിൽ ആ മണ്ണിൻ്റെ ഇടയ്ക്ക് വെച്ചുകൊണ്ടിരിക്കുക. ആർക്ക് കാണാൻ പറ്റത്തില്ല, യാത്രക്കാർക്ക്. ഇതുപോലെ തന്നെയാണ് മരുഭൂമിയിലെ മഞ്ഞത്തേൾ. മഞ്ഞ മണ്ണിൻ്റെ പോലെ തന്നെ തേൾ കാണാൻ പറ്റത്തില്ല അതിനെ. എന്നിട്ട് കർത്താവ് ഈ രണ്ട് ക്ഷുദ്രജീവികളെയും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മനുഷ്യരാശിയോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഞാൻ നിങ്ങളെ തീപ്പാമ്പുകളും ആഗ്നേയ സർപ്പങ്ങളും ഇതുപോലെ കാണാൻ പാടില്ലാത്ത തേളുകളും ഉള്ള മരുഭൂമിയിലൂടെ ഞാൻ നിങ്ങളെ നയിച്ചപ്പോൾ, ഞാൻ നിങ്ങളെ എളിമപ്പെടുത്താനും വിനയപ്പെടുത്താനും മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കണമെന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്താനും വേണ്ടി ഞാൻ നിങ്ങളെ മരുഭൂമിയോട് നയിച്ചപ്പോൾ നിങ്ങൾക്ക് എന്തിനെങ്കിലും കുറവുണ്ടായിരുന്നെന്നോ? എന്തിനാണ് ഈ വചനം ഇവിടെ പറഞ്ഞതെന്ന് കാരണം, ഈ സീൻ മരുഭൂമിയിലൂടെയുള്ള യാത്ര, പുറപ്പാട് യാത്ര, നമ്മൾ നിയമാവർത്തനം 8-15 സഞ്ചരിച്ചുകൊണ്ട് നമ്മൾ അവസാനം മൊവാബിലെത്തുമ്പോൾ വീണ്ടും ആഗ്നേയ സർപ്പങ്ങളെ കാണുന്നുണ്ട്. ആഗ്നേയ സർപ്പങ്ങളെ സംഖ്യാപുസ്തകത്തിൻ്റെ 21-ാം അധ്യായം 6-ാമത്തെ തിരുവചനത്തിലെ. അപ്പോൾ ആഗ്നേയ സർപ്പങ്ങൾ ഈ പുറപ്പാട് യാത്രക്കാരെ ഉപദ്രവിക്കുകയും കൊത്തുകയും അവർ മൊഹാലസ്യപ്പെട്ട് വീഴുകയും ചെയ്യും. അപ്പോൾ ഒരു ചോദ്യം, വിഷയം വരണത് എങ്ങനെ? അതായത് നേരത്തെ ഈ ആഗ്നേയ സർപ്പങ്ങൾ ഉണ്ടായിരുന്നല്ലോ അവിടെ. എന്തുകൊണ്ട് അവിടെ ഈ യാത്രകളിലെല്ലാം 40 കൊല്ലം അവർ ഉപദ്രവിച്ചില്ല? ഇപ്പോൾ വാഗ്ദാന നാട് പ്രാപിക്കാൻ വേണ്ടി പോകുമ്പോഴാണല്ലോ ഈ ആഗ്നേയ സർപ്പം മൊബൈൽ വെച്ചിൽ ഇവരെ കൊത്തണത്. കാണപ്പെടുന്ന ജീവിയായാലും കാണപ്പെടാത്ത ജീവിയായാലും ആദ്യം ഉണ്ടായിരുന്ന വിശ്വാസം എന്ന് എപ്പോഴും വെളിപാട് പുസ്തകം പറയും. നിനക്ക് ആദ്യമുണ്ടായിരുന്ന വിശ്വാസം, സ്നേഹം ഇപ്പോഴില്ല എന്ന് പറയും. പുറപ്പാട് യാത്രയിൽ ചെങ്കല പിളർന്ന് കണ്ടതിന് ശേഷം ഉണ്ടായ ആദ്യ തലമുറയില്ലേ, ആ ആദ്യ തലമുറ മരുഭൂമി മരിച്ചു വീണതിന് ശേഷം 2ാമത്തെ തലമുറയ്ക്ക് വരുമ്പോൾ അവിടെ വിശ്വാസത്തിന് ശൈത്യം ഉണ്ടാകും. അപ്പന്മാർക്കുണ്ടായിരുന്ന വിശ്വാസം മക്കൾക്കില്ല. അപ്പോൾ ആഗ്നേയ സർപ്പങ്ങൾ ശക്തി പ്രാപിച്ചവരെ കൊത്തി, അവർ മൊഹാലസ്യപ്പെട്ട് വീണ്. അപ്പോഴേ മൂപ്പന്മാർ വന്ന് മോസസിനോട് കണ്ണീരോടെ പറയും, ആഗ്നേയ സർപ്പങ്ങൾ പ്രബലപ്പെട്ടു, മൊഹാലസ്യപ്പെട്ട് വീണു. ഞങ്ങളുടെ പിതാക്കന്മാരുടെ കാലത്തിൽ ഇതുണ്ടായിരുന്നു, പക്ഷേ ഞങ്ങളുടെ പിതാക്കന്മാരുടെ വിശ്വാസം കൊണ്ട് അവരത് ഉപദ്രവിച്ചില്ല. മക്കളുടെ കാലം വന്നപ്പോൾ ഞങ്ങളെ ഉപദ്രവിച്ചു, എന്തു ചെയ്യും എന്ന് ചോദിച്ചു. അപ്പോൾ മോസസ് യഹോവയോട് പറയും, എന്തു ചെയ്യും യഹോവ? ആഗ്നേയ സർപ്പങ്ങൾ ഇപ്പോൾ കൊറോണ വൈറസിനെ പോലെ അവരെ അന്നത്തെ കാലത്ത് അവരെ ഉപദ്രവിച്ച് മൊഹാലസ്യപ്പെടുത്തി കളഞ്ഞു, എന്തു ചെയ്യുമെന്ന് ചോദിച്ചു. അപ്പോൾ യഹോവ ഒരു മറുപടി പറയും, നിങ്ങൾ പിത്തള കൊണ്ട് ഒരു സർപ്പം ഉണ്ടാക്കണം, എന്നിട്ട് ഒരു വടിയേൽ അതിനെ
കെട്ടി ഉയർത്തണം. വിശ്വാസത്തോടെ അതിനെ നോക്കുന്നവരെല്ലാവരും സൗഖ്യമാക്കപ്പെടും. ഇത് വലിയൊരു പ്രതീകമായിട്ടാണ്, ഒരു വെളിപാടായിട്ടാണ്. അതായത് പാപത്തിൻ്റെ ദംശനമേറ്റ് മോഹാലസ്യപ്പെട്ട മനുഷ്യരാശിയുടെ രക്ഷയ്ക്ക് വേണ്ടി പിന്നീട് രക്ഷകൻ അവതരിക്കുമ്പോൾ ഈശോ ഈ പ്രതീകം എടുത്ത് പറയും. യോഹന്നാന്റെ സുവിശേഷത്തിലെ 3-ാം അധ്യായത്തിലെ 14-ാമത്തെ വാക്യത്തിലെ മോശ മരുഭൂമിയിലെ പിത്തളസർപ്പത്തെ ഉയർത്തിയ പോലെ മനുഷ്യപുത്രന് ഉയർത്തപ്പെടണമെന്ന് പറയും. സങ്കീർത്തകനെ ഇടയ്ക്ക് കയറി പറയും, അങ്ങനെ ഉയർത്തപ്പെട്ട കർത്താവിന് നോക്കുന്നവർ പ്രകാശത്തിലാകുമെന്ന്. സങ്കീർത്തനം 34:5 തിരുവചനത്തിൽ. വിശ്വാസത്തോടെ നോക്കുമ്പോൾ, ക്രിസ്തുവിനെ നോക്കുമ്പോൾ, ഏത് കാണാവുന്ന വൈറസായാലും കാണപ്പെടാത്ത വൈറസായാലും അതിൽ നിന്നുണ്ടാകുന്ന ദംശനമായാലും ആ വിശ്വാസി സുഖം പ്രാപിക്കും. ഇത് കാലാകാലങ്ങളായിട്ട് ജന്മാന്തങ്ങളായിട്ട് വിശ്വാസി അനുഭവിക്കുന്ന ഏറ്റവും വലിയ അനുഭവ സത്യമാണ്. ഗ്രീക്കുകാർ വന്ന് ഈശോനെ അന്വേഷിക്കും. യുക്തി കൊണ്ട് ജീവിക്കണ ഇൻ്റലക്ച്വൽസാണ് അവർ പോയി കഴിയുമ്പോൾ കർത്താവ് വീണ്ടും പറയും, താൻ കുരിശ് ഉയർത്തപ്പെടുന്നതിനെക്കുറിച്ച് പറയും. ഇപ്പോൾ മനുഷ്യപുത്രൻ മഹത്വം പ്രാപിക്കാൻ സമയമായി, പിതാവ് ദൈവം അവരെ മഹത്വം പ്രാപിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് മനുഷ്യപുത്രൻ ഉയർത്തപ്പെടണമെന്ന് പറയും. യോഹന്നാന്റെ സുവിശേഷത്തിൽ 12:32 മനുഷ്യപുത്രൻ ഉയർത്തപ്പെടണം. എന്തിനാണ് ഉയർത്തപ്പെടുന്നത്? ഞാൻ ഉയർത്തപ്പെട്ട് കഴിയുമ്പോൾ എല്ലാ മനുഷ്യരെയും, ഗ്രീക്കുകാരെ മാത്രമല്ല, ഇന്ത്യക്കാരെ മാത്രമല്ല, അമേരിക്കൻസിനെ മാത്രമല്ല, ആഫ്രിക്കൻസിനെ മാത്രമല്ല, ആസ്ട്രേലിയൻസിനെ മാത്രമല്ല, എല്ലാ മനുഷ്യരെയും. ക്രിസ്തു ഉയർത്തപ്പെട്ടത് എല്ലാ മനുഷ്യർക്കും വേണ്ടി, രക്ഷയ്ക്ക് വേണ്ടിയാണ്. എല്ലാ മനുഷ്യരും പാപത്തിൻ്റെ ദംശനമേറ്റ് വീണവരെ ക്രിസ്തുവിനെ നോക്കുമ്പോൾ സൗഖ്യം പ്രാപിക്കും. അതിനുവേണ്ടിയാണ് കർത്താവ് ഉയർത്തപ്പെട്ടത്. കുരിശിൻ്റെ കാലത്ത് എല്ലാവരും വിശ്വാസത്തോടെ എനിക്ക് പകരക്കാരനായ എൻ്റെ പാപത്തിന് ഞാൻ മരിക്കുന്നതിന് പകരമായിട്ടാണ് യേശു ക്രിസ്തു മരിച്ചതെന്ന് ആര് വിശ്വസിച്ചാലും, സർപ്പദംശനമേറ്റവരെ പിത്തള സർപ്പത്തെ നോക്കിയപ്പോൾ, വിശ്വാസം നോക്കിയപ്പോൾ, ദൈവത്തിൻ്റെ വചനപ്രകാരം നോക്കിയപ്പോൾ സൗഖ്യപ്പെട്ടതുപോലെ സൗഖ്യപ്പെടും. ക്രിസ്തു ലോകത്തിൻ്റെ സൗഖ്യത്തിന് വേണ്ടി ദൈവം നൽകുന്ന അടയാളമാണ്. ക്രിസ്തു ഉയർത്തപ്പെടുന്നതിന് മുമ്പ് ഒരു വാക്ക് പറയും, ഇപ്പോൾ ലോകത്തിൻ്റെ അധികാരി പിന്തള്ളപ്പെടുന്നുവെന്ന്. അതാണ് യോഹന്നാന്റെ സുവിശേഷം 12:31. ഇതിനോട് സമാന്തരമായൊരു വചനമാണ് ലൂക്കായുടെ സുവിശേഷം 19:18 പറയണത്. സാത്താൻ ഇടിമിന്നൽ പോലെ താഴെ വീടുന്നത് ഞാൻ കണ്ടു. ഇതാ സർപ്പങ്ങളുടെയും തേളുകളുടെയും ശത്രുവിൻ്റെ സകല ശക്തികളുടെയും ചവിട്ട് നടക്കാൻ ഞാൻ നിനക്ക് അധികാരം നൽകുന്നു. ശിഷ്യം ബലം പ്രാപിക്കുമ്പോഴും സാത്താൻ ഇടിമിന്നൽ പോലെ വീഴും. ദൈവത്തിൻ്റെ ശക്തി ഉയർത്തപ്പെടുമ്പോഴും സാത്താൻ ഇടിമിന്നൽ പോലെ വീഴും. മനുഷ്യരാശിക്ക് മുമ്പിൽ ഏതെല്ലാം തരത്തിലുള്ള ഗുരുതരമായ പ്രത്യാക്രമണങ്ങൾ ഉണ്ടായാലും ആധ്യാത്മികമായ ഒരു വ്യക്തി ഉയർത്തപ്പെടുമ്പോൾ, ദൈവത്തിൽ ഉയർത്തപ്പെടുമ്പോൾ, തീർച്ചയായിട്ടും അവനെ ആക്രമിക്കാൻ വന്നിരിക്കുന്ന എല്ലാ നാശ കോടാലികളും എല്ലാ തരത്തിലുള്ള തിന്മകളും നിർവീര്യമായി പോകുന്നുള്ളതിന് വചനത്തിൻ്റെ വിശ്വാസമാണ്. വചനം നമുക്ക് നൽകുന്ന കാഴ്ചപ്പാടാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. നല്ലവനായ ദൈവമേ, അങ്ങയുടെ തിരുസന്നിധിയിൽ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. കർത്താവേ, ഈശോ ഉയർത്തപ്പെടുമ്പോൾ സാത്താൻ പിന്തള്ളപ്പെട്ടതുപോലെ ശിഷ്യൻ ഉയർത്തപ്പെടുമ്പോൾ ലോകത്തിന്റെ അധികാരി ഇടിമിന്നലെ പോലെ നിധിപ്പിച്ചതുപോലെ ഞങ്ങൾക്കെതിരെ വരുന്ന എല്ലാ തിന്മകളെയും പ്രതിരോധിക്കുവാൻ ആഴമായ വിശ്വാസത്താൽ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. യേശു ആരാധന, യേശുവേ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. യേശു ആരാധന. വീണ്ടെടുക്കുന്നവനെ, രക്ഷിക്കുന്നവനെ, എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം, എല്ലാ ദുരിതങ്ങളുടെ മേലും വിജയം യേശു ആരാധിക്കുന്നു. ഞങ്ങൾ സ്തുതിക്കുന്നു. സകല മർത്യരുടെയും ദൈവമായ കർത്താവേ യേശുവേ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. അത്ഭുതമായ വിടുതൽ തലമുറകൾക്കെന്നും അവകാശം. അത്ഭുതമായ വിടുതൽ തലമുറകൾക്കെന്നും അവകാശം. യേശുവിൻ ബലിയുടെ യോഗ്യതയാൽ ബന്ധനത്തിൽ നിന്നും വിടുതൽ. യേശുവിൻ ബലിയുടെ യോഗ്യതയാൽ ബന്ധനത്തിൽ നിന്നും വിടുതൽ. ബന്ധനമഴിയട്ടെ,
കെട്ടുകൾ ദൈവമേ, സ്തുതി. പൊട്ടട്ടെ, യേശുവേ, ആരാധന. യേശുവേ, ബന്ധനമഴിയട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ. യേശുവിൻ്റെ തിരുരക്തം ഞങ്ങളിൽ നിറയട്ടെ. യേശുവിൻ്റെ ആരാധനയും സ്തുതിയും ഞങ്ങളിൽ നിറയട്ടെ. യേശുവിൻ്റെ തിരുരക്തത്താൽ അടിമച്ചങ്ങല അഴിയട്ടെ. യേശുവിൻ്റെ തിരുരക്തത്താൽ അടിമച്ചങ്ങല അഴിയട്ടെ. സാത്താനേ, നീ നിത്യ നരകത്തിൽ പോകൂ. സാത്താനേ, നീ നിത്യ നരകത്തിൽ പോകൂ. ഞാനും എൻ്റെ കുടുംബവുമെല്ലാം യേശുവിൻ്റേതു മാത്രം. ഞാനും എൻ്റെ കുടുംബവുമെല്ലാം യേശുവിൻ്റേതു മാത്രം. യേശുവേ, യേശുവേ, ഭൂലോകങ്ങളിലെ സകല രാജ്യങ്ങളിലുമുള്ള സകല രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കൊറോണ വൈറസ് ബാധിച്ച എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. രോഗികളെ ശുശ്രൂഷിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ലൈവ് പ്രോഗ്രാം കാണുന്ന ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന എല്ലാവരുടെയും ജീവിത നിയോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശുവേ, സകലരുടെ മർത്യരുടെയും ദൈവമായ കർത്താവേ, യേശു ആരാധന. യേശുവേ, നന്ദി. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, വിശ്വാസം മനുഷ്യന് തണുത്തു പോകുമ്പോഴാണ് പതുങ്ങി കിടന്നിരുന്ന, കാണാതെ കിടന്നിരുന്ന ക്ഷുദ്രജീവികളും വിഷകീടങ്ങളും അവനെ ആക്രമിക്കുന്നത്. വിഷമത്തിൻ്റെയും മരുഭൂമിയുടെയും കാലത്ത് മനുഷ്യന് ദൈവത്തെ കൂടാതെ ജീവിക്കാനാവില്ല. അങ്ങനെ വിഷമസന്ധിയിൽ ദൈവത്തെ കൂടെ ജീവിച്ചുകൊണ്ട് ദൈവാനുഭവം പ്രാപിച്ചവരുടെ സാക്ഷ്യങ്ങളാണ് എക്കാലത്തും വിശ്വാസിയെ നിലനിർത്തുന്നത്. നമുക്കൊരു സാക്ഷ്യം വിശ്വാസപൂർവ്വം കേൾക്കാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശു ആരാധന, യേശു മഹത്വം. എൻ്റെ പേര് മോളി. ഞാൻ വയനാട്ടിലെ മുള്ളംകൊല്ലിയിൽ നിന്ന് വരുന്നു. ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്ത 2019 ഫെബ്രുവരി 22 ആയിരുന്നു. ഉടമ്പടി വെച്ച് ഞാൻ വീട്ടിൽ ചെന്ന് ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പം തിരുക്കുടുംബം ഒരു ദിവസം ഞാൻ മുറ്റത്ത് നിൽക്കുമ്പോൾ എനിക്കൊരു സൈഡിൽ പ്രത്യക്ഷപ്പെടുവാണ്. അപ്പം എന്നിട്ട് മാതാവ് എന്നോട് പറഞ്ഞു, ഇന്ന് രാത്രി ഞാൻ നിൻ്റെ വീട്ടിൽ വരുമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ എന്നും ദൈവത്തോട് പ്രാർത്ഥിക്കുമായിരുന്നു, മരിക്കുന്നതിന് മുമ്പ് തിരുക്കുടുംബത്തെ ഒന്ന് ദർശിക്കണമെന്ന്. അപ്പം ഞാൻ ഓർത്ത് ഞാൻ മരിക്കാൻ പോവാന്ന് ഓർത്തു. രാത്രിയിൽ മാതാവ് വന്നിട്ട് വന്നു. ഇതുകൊട്ട് വന്നപ്പോഴത്തേനും ആ വീടും മാതാവ് നിന്ന സ്ഥലവും എല്ലാം കോട ഇറങ്ങിയതുപോലെ മഞ്ഞിനകത്ത് നിൽക്കുന്ന പോലെയായിരുന്നു. എന്നിട്ട് മാതാവ് എന്നോട് പറഞ്ഞു, നീ ദൈവത്തെ ഒരിക്കലും കുറ്റപ്പെടുത്തി സംസാരിക്കരുത്. നീ ദൈവത്തോട് എപ്പോഴും കുറ്റപ്പെടുത്തിയാണ് സംസാരിക്കുന്നത്. എനിക്കൊരു സ്വഭാവം ഉണ്ടായിരുന്നു, എന്തെങ്കിലും സങ്കടം വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ പറയും, ദൈവമേ നീ എനിക്ക് എന്തിനാ ഈ ജന്മം തന്നത്, എന്നെ നീ തിരിച്ചു വിളിക്കണേന്നും പറഞ്ഞ് ഞാൻ കരയുമായിരുന്നു. അപ്പം മാതാവ് എന്നോട് പറഞ്ഞു, നീ ഇനി ഒരിക്കലും ദൈവത്തെ അങ്ങനെ കുറ്റപ്പെടുത്തരുത്. ദൈവം നമുക്ക് തരുന്നത് സന്തോഷമായാലും ദുഃഖമായാലും നമ്മളത് സ്വീകരിക്കണം. നീ എന്നെ നോക്കിക്ക്, എൻ്റെ മകനെ പോലും ഞാൻ കൊടുത്തില്ലേ, ഇനി ഒരിക്കലും ഇത് ആവർത്തിക്കരുതെന്ന് പറഞ്ഞാൽ അന്ന് മുതൽ ഞാൻ ഇന്ന് വരെ ദൈവത്തോട് അങ്ങനെ പരാതി പറയാറില്ല. എനിക്ക് പേടിയാണ് പറയാൻ, ഞാൻ പറഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ മറ്റുള്ളവർ സങ്കടം പറയുമ്പോൾ എനിക്ക് അവരെ ശക്തി കൊടുത്ത് ആശ്വസിപ്പിക്കാനും പറ്റുന്നുണ്ട്. പിന്നെ എൻ്റെ കൈയുടെ ചൂണ്ടുവിരൽ ഡോറിനിടയിൽപ്പെട്ട് 1.5 ഇഞ്ചോളം അറ്റുപോയായിരുന്നു. അപ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റിയില്ല. ദൈവം തന്ന ഒരു അവയം മുറിഞ്ഞു പോയല്ലോ എന്നോർത്ത് ഞാൻ ഭയങ്കര കരച്ചില്ല. അപ്പോൾ ഡോക്ടറുടെ അടുത്ത് ആ മുറിഞ്ഞു പോയ പീസും കൊണ്ടാണ് ചെന്നത്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു അവിടെ അതിനുള്ള സൗകര്യമില്ല വയനാട്ടിൽ, വെച്ച് പിടിപ്പിക്കാൻ പറ്റിയാലെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് സങ്കടമായി, ഞാൻ ഭയങ്കരമായിട്ട് കിടന്ന് കരയാൻ തുടങ്ങി. അന്നേരം ഡോക്ടറോട് പറഞ്ഞു പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ എൻ്റെ അടുത്ത വീട്ടിലെ നേഴ്സുമാരുണ്ട്, അപ്പോൾ അവരാണ് പിന്നെ ഡ്രസ്സിങ് ചെയ്തുകൊണ്ടിരുന്നത്. ഡ്രസ്സിങ് ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ, ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല, അങ്ങനെ തന്നെ കൈ ഇരിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു. അപ്പം ഡോക്ടർ എന്നോട് പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്ന് ഓർത്തു, ഞാൻ എന്തിനാണ് കരയുന്നത്, മാതാവുണ്ടല്ലോ എൻ്റെ കൂടെ, കൃപാസന മാതാവുണ്ടല്ലോ എന്ന് ഓർത്തു. അന്ന് മുതൽ ഞാൻ ആ ഡ്രസ്സിങ്ങിൻ്റെ മുകളിൽ എപ്പോഴും വിശ്വാസപ്രമാണം ചൊല്ലി തൈലം കൊണ്ട് കുരിശ് വരയ്ക്കാൻ തുടങ്ങി. ഒരു 15 ദിവസം കഴിഞ്ഞപ്പം വിരലിൻ്റെ ഒരു സൈഡിൽ നിന്ന് എന്തോ പൊങ്ങി വരുന്ന പോലെ. അപ്പം
നേഴ്സുമാർ പറഞ്ഞു അത് എല്ല് മുറിഞ്ഞതാണെന്നാ തോന്നുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് പിന്നെ സങ്കടമായി. അത് കഴിഞ്ഞ് ഒരു പിറ്റേ ദിവസം കെട്ടഴിച്ചപ്പോൾ അത് ഇച്ചിരി കൂടെ വളർന്നിട്ടുണ്ട്. രണ്ടാം ദിവസം പിന്നെയും കെട്ടഴിക്കുമ്പോഴത്തേനും അത് ഒരു പകുതിയോളം ഇറച്ചി വന്ന് മൂടി. ഇപ്പം 1.5 മാസമായി എൻ്റെ വിരൽ ഇത്രയും വളർന്നു, സാധാരണ വിരൽ പോലെയായി. പ്രിയമുള്ളവരെ, നമ്മൾ കേട്ട സാക്ഷ്യം നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ പ്രതിസന്ധി വരുമ്പോൾ ദൈവത്തിൽ ആശ്രയിച്ച അനുഭവം പ്രാപിക്കാൻ നമ്മളെ സഹായിക്കണം. അതിന് സഹായിക്കുന്ന ശക്തി നമ്മൾ ആവഹിക്കുന്നത് കർത്താവിൻ്റെ തനിസാന്നിധ്യമായ ദിവ്യകൃപാനയിൽ നിന്നാണ്. കർത്താവെ, ഞങ്ങൾ അങ്ങേ ആരാധിക്കാനും അപ്പോസ്തലന്മാരെപ്പോലെ ആരാധിച്ച് സൗഖ്യവും ശക്തിയും പ്രാപിക്കാൻ വേണ്ടി ഞങ്ങൾ അനുദിനസന്നിധി ആശ്രയിക്കണം. കർത്താവെ, ആരാധിക്കാൻ ആവശ്യമായ ആത്മാവിനെ ഞങ്ങൾ അഭിഷേകം ചെയ്യണമേ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. നീ വരൂ ദൈവകാരുണ്യമേ, ജീവിതം നിന്റെ കാരുണ്യമേ, ജീവനേ നിത്യ കാരുണ്യമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് കർത്താവെ, മനുഷ്യന് കാണാവുന്ന ശത്രുക്കളുണ്ട്, കാണാനാവാത്ത ശത്രുക്കളുണ്ട്. കർത്താവിൽ കാണാവുന്ന പ്രാതികൂല്യങ്ങളുണ്ട്, ഞങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്ന വിപത്തിനെ കാണാൻ പറ്റാത്ത വിപത്തുകളുമുണ്ട്. പക്ഷെ സത്യം ഇതാണ് കർത്താവെ, ഞങ്ങൾക്ക് കാണാൻ പറ്റിയാലും ഇല്ലെങ്കിലും എൻ്റെ കർത്താവിന് കാണാൻ പറ്റുമല്ലോ എന്നുള്ളതാണ് ഞങ്ങളുടെ ആശ്വാസം. കർത്താവ്, ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന അനേകം മക്കളുണ്ട്, അവർക്ക് കാണപ്പെടുന്ന ശത്രുക്കളുണ്ട്, കാണപ്പെടാത്ത ജീവിത പ്രാതികൂല്യങ്ങളുണ്ട്. അതെല്ലാം കാണുന്ന അങ്ങയുടെ തിരുസന്നിധിയിൽ അവർക്ക് സംരക്ഷണം ലഭിക്കട്ടെ. ജീവിതം നിന്റെ കാരുണ്യമേ, ജീവനേ നിത്യ കാരുണ്യമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർത്താവേ, മനുഷ്യന് കൈകാര്യം ചെയ്യാനുള്ള ശേഷിയില്ലാത്ത, അതിനുള്ള സാഹചര്യമില്ലാത്ത വിഷയങ്ങൾ, ഞങ്ങളുടെ സ്വാധീനത്തിനും അപ്പുറത്തുള്ള കാര്യങ്ങൾ, ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ അനുഭവിക്കുന്ന പലതരത്തിലുള്ള ദുരിതങ്ങൾ കർത്താവെ അങ്ങയുടെ തിരുസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഈശോ, ആരെല്ലാം കർത്താവെ ആരാധനയിൽ കണ്ണുനീരോടെ പങ്കെടുക്കുന്നുവോ അവരെല്ലാം ഇപ്പോൾ സ്പർശിക്കണം. അമ്മേ, പരിശുദ്ധമ്മേ, ദേവമാതാവേ, എല്ലാ മക്കൾക്കും വേണ്ടി മധ്യസ്ഥം വഹിക്കുന്ന ഈ നിമിഷങ്ങളിൽ ഞങ്ങൾ മക്കളുടെ കണ്ണുനീരുകൾ, കുഞ്ഞുങ്ങളെ ഓർത്ത് കണ്ണുനീരിപ്പെടുന്ന മാതാപിതാക്കന്മാരുടെ വ്യഥകൾ അങ്ങയുടെ തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു. കൈവിട്ട് പോയ മക്കള്, അന്യ രാജ്യത്ത് അകപ്പെട്ടു പോയവര്, പലതരത്തിലുള്ള വിഷമതകൾ, ജോലിയില്ലാതെയും വീടില്ലാതെയും കർത്താവെ ഭക്ഷണമില്ലാതെ വിഷമിക്കുന്നവര്, ഈശോ ജീവിക്കാൻ പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്നവർ, പരീക്ഷ തോറ്റുപോയവർ, പരീക്ഷയെ കർത്താവ് അതാത് കാലത്തെ വിദ്യാഭ്യാസത്തിൻ്റെ വെല്ലുവിളികളെ അതിജീവിക്കാൻ പറ്റാതെ വന്നവർ, എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ലാത്ത മനസ്സ് കുരുങ്ങിപ്പോടുമ്പോൾ കർത്താവെ നിന്റെ ഈ ആരാധന ശക്തിയാൽ വലിയ ദൈവികമായ സന്ധിപ്പ് അവർക്ക് ലഭിക്കട്ടെ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ജീവിതം നിന്റെ കാരുണ്യമേ, ജീവനേ നിത്യ കാരുണ്യമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർത്താവേ, ശരീരത്തിന്റെ വേദന എന്താണെന്ന് അങ്ങേക്കറിയാം. പലതരം രോഗങ്ങളാൽ വേദനപ്പെടുന്നവരുണ്ട്. ഈശോയെ, ഒരു രോഗം കൊഴിഞ്ഞു പോയാൽ പോലും അതിൻ്റെ വേദന അനുഭവിക്കുന്നവരുണ്ട്. പല്ലുവേദന മുതലായ കർത്താവ് പറയുമ്പോഴും ഈസിയായിട്ട് തോന്നിയാൽ അനുഭവിക്കുന്നതിന് കർത്താവ് അത് ഉറക്കമില്ലാത്ത രാത്രികളാണ് അവകാശമായി മാറ്റുന്നത്. കർത്താവ്, ശാരീരിക രോഗമുള്ളവരെ,
പേശികൾ രോഗമുള്ളവർ, അസ്ഥികൾ ഒടിഞ്ഞതിൻ്റെ പേരിൽ വേദനയുള്ളവർ, കോശങ്ങൾ ദ്രവിക്കുന്നതിൻ്റെ പേരിൽ വേദനയുള്ളവർ, ആന്തരിക അവയവങ്ങൾക്ക് കേടുപാടുള്ള രോഗമുള്ളവർ, കർത്താവേ നിന്റെ വിശുദ്ധമായ രക്തത്തെ തളിക്കണമേ. യേശുക്രിസ്തു നാമത്തിൽ ഈ നിമിഷം അവർ സൗഖ്യം പ്രാപിക്കട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ നന്ദി. ഗ്ലോറി ജീസസ്. യേശു ആരാധന. ദൈവമേ നന്ദി. നീ വരൂ ദൈവം കാരുണ്യമേ. യേശുവേ നന്ദി. ജീവിതം നിന്റെ കാരുണ്യമേ. ജീവനേ നിത്യം കാരുണ്യമേ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സമാപന ആശീർവാദം സ്വീകരിക്കാൻ പോവുകയാണ്. കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തിട്ടുള്ളവരുൾപ്പെടെയുള്ളവർക്ക് വേണ്ടി ഈ നിമിഷം അച്ഛൻ മൗനമായി പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു. നിങ്ങൾക്കും നിങ്ങളുടെ ജീവിത ആവശ്യങ്ങളെ, ഈ ആരാധനയിൽ ഉൾപ്പെടാത്ത ജീവിത ആവശ്യങ്ങളെ ഇപ്പോഴും മൗനമായി സമർപ്പിക്കാവുന്ന പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ. കർത്താവെ, ഇപ്പോഴും അങ്ങയുടെ മക്കൾ മനസ്സിലോർത്ത് പ്രാർത്ഥിച്ച വിഷയത്തിൻ്റെ മേലെ ഈ ആരാധന ആശീർവാദ നിമിഷങ്ങളിൽ അങ്ങയുടെ വലിയ ആശ്വാസം അനുഭവിക്കാനും വിടുതൽ അനുഭവിക്കുവാനും സാക്ഷ്യം പറയാൻ ഇടയാക്കണമേ. അവരെ അങ്ങയുടെ സാക്ഷികളായി അങ്ങ് ഉയർത്തണമേ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ നന്ദി. ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. യേശുവേ രോഗികളെ സുഖപ്പെടുത്തുകയും ദരിദ്രരെ സമ്പന്നരാക്കുകയും ചെയ്യണമേ. യേശുവേ ആരാധന. യേശുവേ നന്ദി, യേശുവേ നന്ദി. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഭയപ്പെട്ടിരിക്കുന്നവരെ അവിടുന്ന് ധൈര്യപ്പെടുത്തണമേ കർത്താവേ. ലോകത്തിന് പ്രത്യാശ നൽകണമേ കർത്താവേ. ഭയന്നിരിക്കുന്നവർക്ക് വിടുതൽ നൽകണമേ കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. തളർന്നവരെ ശക്തീകരിക്കണമേ കർത്താവേ. യേശുവേ ആരാധന. കൃപാസനത്തിൽ ഉടമ്പടി ചെയ്തെല്ലാ മക്കൾക്ക് വേണ്ടിയും പ്രാർത്ഥിച്ച് യേശുവെ നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നവർക്ക് വേണ്ടി യേശു ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യേശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആരാധന, ആരാധന. ഗ്ലോറി ജീസസ്, ഹോളി ജീസസ്.